നമ്മളിൽ പലരും ആധാർ കാർഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ പലർക്കും പോസ്റ്റൽ വഴി ഒറിജിനൽ ആധാർ കാർഡ് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ചിലർക്ക് ഒറിജിനൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആധാർ കാർഡ് കൈമോശം വന്നിട്ടുമുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ് ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ലഭിച്ച ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റാരുടെയും സഹായം കൂടാതെ നിഷ്പ്രയാസം ഓൺലൈൻ വഴി നിങ്ങളുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതെങ്ങനെയെന്നാണ്. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം uidai.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. uidai.gov.in എന്ന സൈറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇടത് സൈഡിലായിട്ട് ഡൗൺലോഡ് ആധാർ എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് എൻറോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ആധാർ കാർഡ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അന്ന് എൻറോൾ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ID ആ ആപ്ലിക്കേഷൻ ഫോമിൽ കാണും. അതിനെ എൻറോൾമെൻറ്റ് ID എന്ന് പറയുന്നു. ആ എൻറോൾമെൻറ്റ് ID കൊടുത്തുകൊണ്ട് ആധാർ എടുക്കാം. ഇനി അതല്ല, നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തുകൊണ്ടും നമുക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി ഈ സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തുകൊണ്ടാണ് ഞാനിവിടെ എൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി ഞാനിവിടെ സേവ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ എൻറോൾമെൻറ്റ് ID ഉപയോഗിച്ചാണ് നമ്മൾ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ എൻറോൾമെൻറ്റ് ID എന്ന് പറയുന്ന ഓപ്ഷനിലെ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തിരിക്കണം. ഇനി നേരെ മറിച്ച് ആധാർ കാർഡ് നമ്പർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആധാർ എന്നുള്ളതിൻ്റെ വലത്ത് സൈഡിൽ കാണുന്ന ചെക്ക് ബോക്സാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ നൽകുക. ഞാനിവിടെ എൻ്റെ ആധാർ നമ്പർ ഇതുപോലെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഫുൾ നെയിം ആധാർ കാർഡിലേതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർക്കുക. നമ്മുടെ യഥാർത്ഥ പേര് എങ്ങനെയാണോ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പിൻകോഡ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഡിജിറ്റുകൾ, 6 അക്ക ഡിജിറ്റുകൾ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം നമ്മൾ ആധാർ കാർഡിന് എൻറോൾ ചെയ്തപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ടാകും. ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് ലഭിക്കും. അത് കിട്ടാനായി ഗെറ്റ് 1 ടൈം പാസ്വേഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണിക്കുന്നു, യുവർ 1 ടൈം പാസ്വേഡ് വുഡ് ബി സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം നമുക്കിതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്നും നമ്മൾ ഏത് നമ്പറാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ കൺഫേം എന്ന് പറയുന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 ടൈം പാസ്വേഡ് അഥവാ OTP നമ്മുടെ മൊബൈലിലേക്ക്, നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക്, ആധാർ കാർഡുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരും. ആ 1 ടൈം പാസ്വേഡ് അടുത്ത കാണുന്ന എൻ്റർ OTP എന്ന് പറയുന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകണം. എനിക്ക് വന്ന 1 ടൈം പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം വാലിഡേറ്റ് ആൻഡ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാർ എവിടേക്ക് സേവ് ചെയ്യണം എന്നാണ് ഈ കാണിക്കുന്ന ഡയലോഗ് ബോക്സിലൂടെ നമ്മൾ പറയേണ്ടത്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ പേര് ഞാൻ ഫയൽ നെയിമായിട്ടും ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആധാർ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ആകും. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലെത്തി ഞാൻ ആധാർ കാർഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ കാണിക്കുന്നത് ഈ ആധാർ കാർഡ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്കതിനുള്ള പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത ആധാർ കാർഡ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ പാസ്വേഡാണ് ചോദിക്കുന്നത്. ഈ ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ നമ്മൾ നൽകേണ്ട പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ പിൻകോഡാണ്. 6 അക്കമുള്ള പിൻകോഡാണ് നൽകേണ്ടത്. പോസ്റ്റൽ കോഡ് പിൻകോഡ്.
അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ആധാർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ ഓപ്പണായി വരും. പിന്നീട് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറായി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കാൻ മറക്കരുത്. കാരണം എന്താവശ്യത്തിനും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പറാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ നൽകണം എന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് നൽകാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ പ്രയോജനപ്രദമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പഠിക്കരുത്. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലത് സൈഡിൽ ഒരു ബെൽ ഐക്കൺ കാണും. അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ അത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്.